ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഇല്ലത്ത് വന്നേക്കാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിരുന്നല്ലോ എനിക്കൊരു കൺവൊക്കേഷൻ ഡേ ആണ് ഇന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കാം. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇവളെയും കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് അമ്പലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഞങ്ങളുടെ സ്വന്തം അമ്പലത്തിലേക്ക്. അപ്പോൾ അതാ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിങ്ങു, ഇതാണ് കിങ്ങുവിൻ്റെ ഇല്ല കേട്ടോ. പക്ഷെ അവൾ എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നത്, ആരും കാണാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാം. അപ്പോൾ ഇന്ന് കോൺവൊക്കേഷൻ ഡേ ആണ്. അപ്പോൾ കുറേ 6 മാസമായിട്ടുള്ള മോണ്ടിസറി കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചി കുസാറ്റിൽ വെച്ചിട്ടാണ് കോൺവൊക്കേഷൻ ഡേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. നല്ല രസമുണ്ട്, വെയിലും ഇളം വെയിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ പഴയ ഓർമ്മകളാണ്. സ്കൂളിൽ പോണേക്കാൾ മുൻപ് എന്നും വന്ന് അമ്പലത്തിൽ തൊഴുതു പോണതും അങ്ങനെ കുറേ ഓർമ്മകളാണ് ഗൈസ്. അപ്പോൾ അതേ കുളത്തിലൊക്കെ പോയി കുളിച്ച് വന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അമ്പലത്തിൽ അനിയനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇന്ന് പൂജ. അപ്പം നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. പ്രദക്ഷിണം വയ്ക്കുകയാണ് കേട്ടോ. സോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് മോർണിംഗ് സീൻസ് ആണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അമ്പലത്തിൽ പോയത്, പിന്നെ എൻ്റെ മുത്തശ്ശി, അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സോ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് എൻ്റെ കൺവൊക്കേഷൻ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ അത്ര നല്ല ഡ്രസ്സൊന്നും അല്ല ആക്ച്വലി, ഒരു ബ്ലൂ ഷെയ്ഡ് ലാവൻഡറൊക്കെ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതുകൊണ്ടാണ് ഈ കളർ തന്നെ എടുത്തിട്ടത്. സോ ഞാൻ റെഡിയായി. അപ്പോൾ ആർദ്രക്കുട്ടിയും അമ്പലപ്പുഴയ്ക്ക് വരികയാണ് കേട്ടോ നേരെ. അപ്പോൾ അവളും ഉണ്ട്. അപ്പോൾ അമ്മയും അനിയനും വന്നിട്ടുണ്ട്. അവർ തിരിച്ച് തൃശ്ശൂർക്ക് തന്നെ പോവും. അപ്പോൾ എൻ്റെ കൺവൊക്കേഷൻ ഡേ ആയതുകൊണ്ട് അവർ വന്നതാണ് അവർക്ക് കാണാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാറിൽ. അപ്പോൾ യദുവേട്ടനാണ് ഡ്രൈവ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ കാറിൽ തന്നെയാണ് വന്നേക്കണേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം എത്താറായി. അപ്പോൾ എറണാകുളത്തുള്ള കുസാറ്റ് ഓഡിറ്റോറിയം, കുസാറ്റ് ക്യാമ്പസിൻ്റെ സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ് പരിപാടിയുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എത്തി. ഇതാണ് കുസാറ്റ് സെമിനാർ കോംപ്ലക്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഹാളിൽ വെച്ചിട്ടാണ്, ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇന്നത്തെ കൺവൊക്കേഷൻ ഡേ നടക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് എല്ലാവരും തമ്മിൽ കാണുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഇവരൊന്നുമല്ല, ഈ ലാവൻഡർ ഡ്രസ്സൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. ഓരോ ബാച്ച്, എനിക്ക് തോന്നുന്ന ഒരു 18 ബാച്ചസ് ഓളം ഉണ്ട്. എല്ലാവർക്കും ഇന്ന് തന്നെയാണ്. അപ്പോൾ അത് അവർ നമുക്ക് ഈ ഓവർ കോട്ടും ഗ്രാജുവേഷന് വേണ്ടിയിട്ടുള്ള കോട്ട് അങ്ങനെ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടു ഞാൻ. എന്നിട്ട് ഇതാ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മായ ചേച്ചിയാണ് എൻ്റെ ഇവിടുത്തെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ മായ ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഈ വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. ഭയങ്കര ചൂടായിരുന്നു, അപ്പോൾ നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചു.
അപ്പോൾ ഇനി ഓരോ ABC എന്നുള്ള ഓരോ ബാച്ചസായിട്ട് ഓരോ ടീമായിട്ട് തിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാച്ചിലുള്ളവർ 100 പേര്, B 100 പേര്, C 100 പേര്, അങ്ങനെ 100 തിരിച്ചേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു C ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മൊത്തം ഒരു 400-450 പേരോളം എന്തായാലും ഉണ്ട്. അപ്പോൾ ഞങ്ങളിതാ അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇതാ ഓരോ ബാച്ചായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ABC എന്നുള്ള ഒരു ഓപ്ഷനിലാണ് നിൽക്കണേ. അപ്പോൾ ഞങ്ങളിതാ ഇനിയിപ്പോൾ പുറത്തേക്ക് പോകണം, അതായത് ക്യാമ്പസിൻ്റെ വെളിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് എല്ലാവരും കൂടി നടന്ന് നമ്മൾ വരികയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവരെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഇങ്ങനൊരു സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നടന്ന് നമ്മളിനി നമ്മുടെ ഹാളിലേക്ക് കയറും. അപ്പോൾ അതിൻ്റെ ഓരോ ബാച്ചസായിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ അതാ ഈ റെഡ് കോട്ടിട്ടവരാണ് നമ്മുടെ മെൻറ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ മിസ്സുമാരാണ്. അപ്പോൾ ഇപ്പോൾ തലയിൽ കൂട്ട് വയ്ക്കുന്നതാണ് ഞങ്ങളുടെ മെൻറ്റർ കേട്ടോ, നിലുഫ് മാം ആണ്. അപ്പോൾ അങ്ങനെ റെഡ് വെച്ചിട്ടുള്ളവരാണ് നമ്മുടെ മെൻറ്റേഴ്സ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ABC എന്നുള്ള സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഞാനും മായച്ചേച്ചിയായിരുന്നു ഒരുമിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മായച്ചേച്ചി. അപ്പോൾ എൻ്റെ എല്ലാ ഡൗട്ട്സിനും എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ ഇപ്പോഴും സഹായിക്കുന്ന ഒരു ചേച്ചിയാണ് മായച്ചേച്ചി കേട്ടോ. അപ്പോൾ ഓരോ ടീമായിട്ട് ഓരോ സെക്ഷനായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ലേറ്റ് ആയിട്ടോ പരിപാടി, കാരണം 10 മണിക്കെങ്കിലും തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 11:30 തുടങ്ങിയിട്ടില്ല ഒരവസ്ഥയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കയറുകയാണ് കേട്ടോ. ഈ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മൊമെൻ്റായിരുന്നു. കാരണം എനിക്കിപ്പോൾ ഇതൊരു സ്വപ്നമായിട്ടാണ് ഗൈസ് തോന്നുന്നത്. കാരണം ഇങ്ങനൊരു ഗ്രാജുവേഷൻ ഡേ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത്രയും കുറേ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു, കുറേ ഉറക്കൊളച്ച് എഴുതിയിരുന്ന കാലമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഈ ഒരു നിലയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ശരിക്കും എനിക്കത് അനുഭവിച്ചറിയാനുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഓരോ ആൾക്കാരും, ഈ എൻട്രിയുടെ കുറേ ആൾക്കാർ, പിന്നെ അല്ലാത്ത ആൾക്കാർ, അങ്ങനെ കുറേ പേരുടെ കാര്യങ്ങളും പ്രസംഗം, അവരെ പരിചയപ്പെടുത്തലും അതൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടി റിസൈറ്റിലോട്ട് നടക്കുന്നത് നമ്മുടെ ഏവരെയും പ്രിയങ്കരനായിട്ടുള്ള കേരള PSC അക്കാഡമിക് ഹെഡും അതുപോലെ തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് വിന്നറുമായിട്ടുള്ള പ്രദീപ് സാറാണ്. അദ്ദേഹത്തെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കോൺവൊക്കേഷൻ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് അവരുമായിട്ട് പാർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻട്രസ്റ്റ് ഇൻവോൾവ് വന്നു സംസാരിച്ച് നോക്കാമെന്ന് സംസാരിച്ചെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല. കേൾക്കുന്നില്ല ഒരു കുറച്ചും കൂടി കുറച്ച് സോ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗസ്റ്റ് എന്ന് പറയുന്നത് അശ്വതിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. നമ്മുടെ ചക്കപ്പഴത്തിലും എല്ലാത്തിലും ഉള്ള അശ്വതി ചേച്ചിയാണ് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു സർപ്രൈസ് ആയിരുന്നു, അവർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മളത് അറിയണം, അശ്വതി ചേച്ചിയാണ് നമ്മുടെ ഗസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അശ്വതി ചേച്ചീനെ കാണാൻ പറ്റി, അതിലും സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ കാര്യങ്ങളും ആ പ്രസംഗവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോണത്. First of all, congrats to all the ND students who passed out today. It is a true testament to the power of passion, perseverance and creativity. നിങ്ങളുടെ കയ്യടികളോടെ നമുക്ക് അശ്വതി ശ്രീകാന്തിനെ വെൽക്കം ചെയ്യാം.
എനിക്ക് ജലദോഷമാണ്. സൗണ്ട് കിട്ടുന്ന മനസ്സിലാവണ്ട. മുൻകൂട്ടി ആദ്യം എടുത്താണ്. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നപ്പോൾ സംസാരിക്കാൻ വന്നത്. പക്ഷേ ഇതിന് ശബ്ദം വെച്ചിട്ട് ജലദോഷം വെച്ചിട്ട് എനിക്ക് എത്ര സംസാരിക്കാൻ പറ്റുന്ന പക്ഷേ ഇത്ര അധികം പേരെ ഒരു സക്സസ് ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ശ്രമിച്ചുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ഇടത്തേക്ക് നമ്മൾ ബ്രേക്കിലേക്ക് വെച്ചിട്ട് വലത്തെ കൈ നീക്കി വെക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കുറച്ച് വാട്സപ്പിൽ കുട്ടികൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ബാക്കി പ്രൊനൗൺസ് ചെയ്യുന്നതായിട്ട് നോക്കുക. കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. We, the graduates of the LG Montessori Academy, hereby pledge that we shall, in thought, word and deed endeavor, it to be scrupulously honest in the discharge of our duty as teachers and counselors, that in all circumstances we shall uphold the dignity and the integrity of our profession and the honor of our institute and the nation, and that we shall devote all our energy to promote the unity and secular ideal of our country and utilize our knowledge in the service of our motherland and the unity ultimately. എല്ലാവർക്കും വിജയാശംസകളും. മുന്നോട്ടുള്ള യാത്രകളിൽ നല്ല രീതിയിൽ പോകട്ടെ എന്ന് വെച്ച് ഓരോ ദിവസവും അനുസരിച്ച് നിങ്ങൾ And let's all look up to a sweet letter for our sweetest director. Namaste. Diploma. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ അമ്പലപ്പുഴ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർദ്രക്കുട്ടിയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നേരെ എന്നിട്ട് ഇറങ്ങി ഫുഡ് കഴിച്ചു, പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. അധികം രാത്രി ആവരുതല്ലോ എന്ന് വിചാരിച്ച് വേഗം ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ എനിക്ക് ശരിക്കും മറക്കാൻ പറ്റാത്തൊരു ഡേ ആണ്. ഞാൻ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു പ്രതിഫലം, അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഇതാണ്, അച്ചീവ്മെൻ്റാണ് എനിക്ക് കിട്ടിയത്. മോണ്ടിസറി കോഴ്സ് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു, ചേർന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്താ വേഗം ചെയ്തെടുക്കാം. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറേ എഴുതാനും കുറേ അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം മിസ് ചെയ്താൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെന്നെ
ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു വ്യക്തിയാണ് എൻ്റെ മായ ചേച്ചീനെ പറ്റി എനിക്ക് പറയാൻ വാക്കുകളില്ല. കാരണം എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അപ്പം വിളിക്കും മായ ചേച്ചിയാണ് എനിക്ക് എല്ലാം ഡൗട്ട്സൊക്കെ പറഞ്ഞു തരാറ്. എക്സാമിൻ്റെ കാര്യങ്ങൾക്കായപ്പോൾ എക്സാമും കഴിഞ്ഞു. എക്സാം ഓൺലൈനിലായിരുന്നു. പക്ഷെ ഓൺലൈനാണെന്ന് പറഞ്ഞാലും ഭയങ്കര സ്ട്രിക്റ്റാണ്. കാരണം 5-6 മെൻറ്റേഴ്സ് ഉണ്ടാവും ഓൺലൈനിൽ നമ്മളെ ശ്രദ്ധിക്കാൻ തന്നെ. അപ്പം നമ്മളെ കണ്ണ് ഇങ്ങനെ പോണത് പോലെ അവർ ശ്രദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഓൾറെഡി സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ എനിക്ക് കോഴ്സ് ചെയ്യാനും പറ്റി കേട്ടോ, മോണ്ടിസറി കോഴ്സ്. അപ്പം ഞാൻ എൻട്രി ആപ്പ്, എല്ലാവരും ചോദിച്ചിരുന്നു കുറച്ച് പേര് എങ്ങനെയാണ് ചെയ്തത്. അപ്പം ഞാൻ എൻട്രി ആപ്പ് ത്രൂ ആണ് മോണ്ടിസറി കോഴ്സ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എൻട്രി ആപ്പ് വഴി കോണ്ടാക്ട് ചെയ്താൽ മതി, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എനിക്കിതിലൂടെ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യം ഒന്നുമില്ല. കാരണം എനിക്ക് ഭയങ്കര ഹാപ്പി ഉണ്ട്. എനിക്ക് ഓൾറെഡി ഇപ്പോൾ ഡിഗ്രി കിട്ടി. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ ഗ്രാജുവേഷൻ ഇതുമായി. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ശരി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, ബൈ. ദിസ് ഈസ് ആര്യ താമരപ്പള്ളിസ് വ്ളോഗ്. ബൈ.